ലോകത്ത് സമാധാനവും സ്നേഹവും പഠിപ്പിക്കാൻ വേണ്ടി എഴുതപ്പെട്ട പുസ്തകങ്ങൾ എങ്ങനെയാണ് ചരിത്രത്തിൽ ഇത്രയധികം യുദ്ധങ്ങൾക്കും ചോരച്ചൊരിച്ചിലുകൾക്കും കാരണമായത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു വലിയ വിരോധാഭാസമാണ് ശരിക്കും. അതെ, അതൊരു വലിയ വിരോധാഭാസമാണ്. അപ്പോ നമ്മുടെ ഈ പുതിയ ഡീപ്പ് ഡൈവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പുതിയ കാര്യങ്ങൾ വളരെ വേഗത്തിലും വ്യക്തതയോടെയും പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെപ്പോലുള്ള ഒരാൾക്കു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതാണിത്. തീർച്ചയായും. ഇതൊരു സാധാരണ ചർച്ച എന്നതിലുപരി നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ ഒരു ആഴത്തിലുള്ള പരിശോധനയായാണ് നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ വളരെ ഗൗരവമുള്ള, എന്നാൽ നമ്മുടെ പല ധാരണകളെയും മാറ്റിമറിക്കുന്ന ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. അതെ അതെ. ജിനീഷ് അഷ്റഫ് പി.ടി. രചിച്ച ദ വിസ്ഡം ഓഫ് സ്ക്രിപ്ചേഴ്സ്, എ ഗൈഡ് ഫോർ ഹ്യൂമാനിറ്റി, നോട്ട് എ റീസൺ ഫോർ വാർ എന്ന പുസ്തകത്തിലെ സുപ്രധാന വിവരങ്ങളാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. മനുഷ്യരാശിയെ ഒന്നിപ്പിക്കേണ്ട വേദഗ്രന്ഥങ്ങൾ എങ്ങനെയാണ് അവരെ വിഭജിക്കാനുള്ള കാരണമായി മാറിയത്? അവയുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇത് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. ശരി, നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, യാതൊരുവിധ സാങ്കേതിക പദങ്ങളുമില്ലാതെ വിഷയത്തെ ലളിതമായി മനസ്സിലാക്കാൻ ഈ പുസ്തകം സഹായിക്കുന്നുണ്ട്. തീർച്ചയായും. ഈ വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന കാര്യമുണ്ട്. ഈ വേദഗ്രന്ഥങ്ങളോ പുണ്യപുസ്തകങ്ങളോ ഒന്നും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ശൂന്യതയിൽ നിന്നുണ്ടായതല്ല. അതെ, അതിനൊരു വലിയ പശ്ചാത്തലമുണ്ടല്ലേ? വളരെ വലിയൊരു പശ്ചാത്തലമുണ്ട്. മനുഷ്യന്റെ അനുഭവങ്ങളിൽ നിന്നും അവരനുഭവിച്ച കഷ്ടപ്പാടുകളിൽ നിന്നും, പ്രത്യേകിച്ച് അവരുടെ അതിജീവനത്തിനായുള്ള പോരാട്ടങ്ങളിൽ നിന്നുമാണ് ഇവയെല്ലാം രൂപപ്പെട്ടത്. ഇതിനെ ഒരു വിശാലമായ ക്യാൻവാസിൽ നമ്മൾ കാണേണ്ടതുണ്ട്. അതായത് അത് മനസ്സിലാക്കാൻ നമ്മൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കാലത്തേക്കൊന്ന് പോയി നോക്കണം. നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഇരുണ്ട രാത്രിയിൽ ഒരു വലിയ കാടിന്റെ നടുവിൽ ഒരു ക്യാമ്പ് ഫയറിന് ചുറ്റുമിരിക്കുന്ന കുറച്ച് ആദ്യകാല മനുഷ്യർ. അതൊരു ഭയപ്പെടുത്തുന്ന അവസ്ഥ കൂടിയാണല്ലോ. തീർച്ചയായും. അവർക്ക് ചുറ്റും വന്യമൃഗങ്ങളുണ്ട്, എപ്പോ വേണമെങ്കിലും ഉണ്ടാകാവുന്ന പ്രകൃതിക്ഷോഭങ്ങളുണ്ട്. ഇതിനെല്ലാം നടുവിൽ മുകളിലേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം അവർ കാണുന്നു. ആ ഒരു അത്ഭുതത്തിൽ അവരിൽ ഒരാൾ ചോദിക്കുകയാണ്, നാം എന്തിനാണിവിടെയുള്ളത്? അതെ, അവിടെ നിന്നാണ് തുടക്കം. സകലത്തിന്റെയും തുടക്കം എന്നാണ് പുസ്തകം പറയുന്നത്. അന്ന് ധാർമ്മികത അല്ലെങ്കിൽ എക്സ് വെറുമൊരു തത്വചിന്തയായിരുന്നില്ല, അതൊരു അതിജീവന മാർഗമായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ അതൊരു സർവൈവൽ സ്ട്രാറ്റജിയായിരുന്നു. അന്ന് ധാർമ്മികത ജീവൻ നിലനിർത്താനുള്ള ഒരേയൊരു ഉപാധിയായിരുന്നു. ഇതിലേറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, അക്കാലത്ത് ആഹാരം പങ്കുവയ്ക്കുകയും ദുർബലരെ സംരക്ഷിക്കുകയും ചെയ്ത, പരസ്പരം സഹകരിച്ച് ജീവിക്കുകയും ചെയ്ത കൂട്ടങ്ങൾ മാത്രമാണ് പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ചത്. അതെ അതെ, അങ്ങനെയുള്ള കൂട്ടങ്ങൾ മാത്രമാണ് പട്ടിണിയെയും മറ്റും അതിജീവിച്ചത്. പരസ്പരം തല്ലുകൂടിയ സ്വാർത്ഥരായ മനുഷ്യരുടെ കൂട്ടങ്ങൾ വളരെ വേഗത്തിലില്ലാതായി. ഈയൊരു അതിജീവന പാഠമാണ് അവർ പിന്നീട് വരുന്ന തലമുറകളിലേക്ക് കൈമാറിയത്. അപ്പോൾ അന്ന് നല്ലവനായിരിക്കുന്നത് മരണശേഷം സ്വർഗത്തിൽ പോകാനായിരുന്നില്ല, മറിച്ച് ജീവനോടെ ഇരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അല്ലേ? ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാവുന്നത്. അതാണിതിലെ വലിയൊരു സത്യം. അച്ചടിയന്ത്രങ്ങളോ പുസ്തകങ്ങളോ കടലാസോ ഒന്നുമില്ലാതിരുന്ന കാലത്ത് വാമൊഴിയായാണ്, അതായത് പാട്ടുകളായും കഥകളായുമൊക്കെയാണ് വേദങ്ങളും തോറയുമൊക്കെ തലമുറകൾ കൈമാറി വന്നത്. മനുഷ്യന്റെ ഓർമ്മശക്തിയായിരുന്നു അന്നത്തെ ഒരേയൊരു ലൈബ്രറി. ശരിയാണ്. പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുത്തുവിദ്യ വന്നതോടെയാണ് ഈ അറിവുകളൊക്കെ ഖുറാൻ, ബൈബിൾ, ത്രിപിടകം, ഗുരുഗ്രന്ഥ സാഹിബ് തുടങ്ങിയ ഗ്രന്ഥങ്ങളായി രേഖപ്പെടുത്തപ്പെട്ടത്. എനിക്കിതില് ശരിക്കും അത്ഭുതം തോന്നിയൊരു കാര്യം കൂടിയുണ്ട്. വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ പരസ്പരം യാതൊരു ബന്ധവുമില്ലാതെ ജീവിച്ചിരുന്ന മനുഷ്യർ എങ്ങനെയാണ് ഒരേ ധാർമ്മിക നിയമങ്ങളിൽ എത്തിച്ചേർന്നത്? മിഡിൽ ഈസ്റ്റിൽ ജീവിച്ചിരുന്ന ഒരാളും ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരാളും തമ്മിൽ അന്ന് ആശയവിനിമയം നടത്താൻ വഴികളൊന്നുമില്ലല്ലോ. ഇല്ല, യാതൊരു വഴിയുമില്ലായിരുന്നു. എന്നിട്ടും അവർ കണ്ടെത്തിയ സത്യങ്ങൾ അല്ലെങ്കിൽ ഈ നിയമങ്ങൾ ഒന്നു തന്നെയായിരുന്നു. ഇതിലെ ആശ്ചര്യപ്പെടുത്തുന്ന സാമ്യങ്ങൾ നമ്മളെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കും. അതാണ് ഈ പഠനത്തിലെ ഏറ്റവും സുപ്രധാനമായ കണ്ടെത്തൽ. ലോകത്തെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിലെ ഉദാഹരണങ്ങൾ നമ്മൾ കൃത്യമായി അപഗ്രഥിച്ചാൽ ഈ സാമ്യം എത്രത്തോളമുണ്ടെന്ന് വ്യക്തമാകും. ഖുറാൻ നോക്കുകയാണെങ്കിൽ നീതിക്കും ദാനധർമ്മങ്ങൾക്കും അത് വലിയ പ്രാധാന്യം നൽകുന്നു. ബൈബിളിലേക്ക് വന്നാൽ സ്വന്തം അയൽക്കാരനെ സ്നേഹിക്കാനുള്ള ആഹ്വാനമാണ് കാണുന്നത്. അതെ, അതുപോലെ ഭഗവത്ഗീത ആത്മനിയന്ത്രണത്തെയും വിനയത്തെയും കുറിച്ച് സംസാരിക്കുന്നു. ബുദ്ധമതത്തിലെ ത്രിപിടകം
കാരുണ്യത്തെ, അതായത് കമ്പാഷനെ മുൻനിർത്തുന്നു. സിഖ് മതത്തിലെ ഗുരുഗ്രന്ഥ സാഹിബ് സമത്വവും സേവനവുമാണ് ഊന്നിപ്പറയുന്നത്. അപ്പോൾ ഇവയെല്ലാം വ്യത്യസ്ത ഭാഷകളിലും സംസ്കാരങ്ങളിലുമാണ് ഉണ്ടായതെങ്കിലും ഇവ മുന്നോട്ട് വയ്ക്കുന്ന അടിസ്ഥാന കാര്യങ്ങൾ ഒന്നാണല്ലേ? 100% ഒന്നാണ്. ഇവയെല്ലാം പ്രധാനമായും 4 അടിസ്ഥാന ശിലകളിലാണ് നിൽക്കുന്നതെന്ന് പറയാം. ഒന്നാമതായി, സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന കാരുണ്യം. കാരുണ്യമില്ലാതെ ഒരു സമൂഹത്തിനും നിലനിൽക്കാനാകില്ല. രണ്ടാമതായി, സമൂഹത്തിന്റെ നട്ടെല്ലായ നീതി. നീതിയില്ലാത്തിടത്ത് പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെടും. തീർച്ചയായും. മൂന്നാമതായി, മനുഷ്യന്റെ ഈഗോയെ തടയുന്ന വിനയം. അധികാരവും സമ്പത്തും വരുമ്പോഴുണ്ടാകുന്ന അഹങ്കാരത്തെ തടയാൻ വിനയം അത്യാവശ്യമാണ്. നാലാമതായി, ഉത്തരവാദിത്വം. സ്വന്തം പ്രവൃത്തികൾക്ക് താൻ തന്നെ ഉത്തരവാദിയാണെന്ന ബോധം. ഈ 4 കാര്യങ്ങളും ചേർന്നാണ് ശരിക്കും ആ സുവർണ നിയമം അഥവാ ദ ഗോൾഡൻ റൂൾ രൂപപ്പെടുന്നതല്ലേ? അതെ, നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുക എന്ന നിയമം ഇതിന്റെയെല്ലാം കാമ്പാണെന്ന് പുസ്തകം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അത് വളരെ മനോഹരമായൊരു ചിന്തയാണ്. ഇനി ഈ പുസ്തകത്തിലെ മറ്റൊരു സുപ്രധാന ആശയത്തിലേക്ക് നമുക്ക് വരാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ചിന്താഗതി തന്നെ മാറിയേക്കാം. സ്വർഗവും നരകവും മരണാനന്തര ജീവിതം എന്നതിലുപരി അത് മനുഷ്യന്റെ മാനസികാവസ്ഥകൾ കൂടിയാണെന്നൊരാശയം ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. വളരെ ശരിയായൊരു നിരീക്ഷണമാണത്. സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സ് എന്ന് പറയാം. അതെ, വെറുപ്പും അഫുമിയും നരകതുല്യമായ അവസ്ഥയും കാരുണ്യം സ്വർഗീയമായ സമാധാനവും നൽകുന്നു എന്ന ആന്തരിക ലോകത്തെക്കുറിച്ചുള്ള ചിന്ത. അപ്പോൾ സ്വർഗവും നരകവും നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അവസ്ഥകളാണ്. ഇതിന് കുറച്ചുകൂടി വിശാലമായ തലത്തിൽ നമ്മൾ നോക്കിയാൽ, സമൂഹത്തിന്റെ സമാധാനം തകർക്കുന്നതിൽ മനുഷ്യന്റെ ഈഗോ വഹിക്കുന്ന പങ്ക് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാം. സ്വന്തം ഗ്രൂപ്പോ വിശ്വാസമോ രാജ്യമോ മറ്റുള്ളവരെക്കാൾ കേമമാണെന്ന ഒരു മിഥ്യാധാരണയുണ്ടല്ലോ. സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. അതെ, ആ മിഥ്യാധാരണയാണ് എല്ലാ സംഘർഷങ്ങൾക്കും തുടക്കമിടുന്നത്. എന്റെ വഴി മാത്രമാണ് ശരി എന്ന ചിന്ത വരുമ്പോൾ മറ്റുള്ളവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാകില്ല. വിനയം നഷ്ടപ്പെടുന്ന ആ നിമിഷം മുതൽ മനുഷ്യൻ പരസ്പരം പോരടിക്കാൻ തുടങ്ങുന്നു. ഒരു മിനിറ്റ്, അവിടെയാണ് എനിക്കൊരു സംശയം തോന്നുന്നത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഈ ഗ്രന്ഥങ്ങളെല്ലാം മനുഷ്യരാശിയുടെ അതിജീവനത്തിനു വേണ്ടി ഒന്നിപ്പിക്കാൻ വേണ്ടി എഴുതപ്പെട്ട പാഠങ്ങളാണ് എന്നാണ്. അതെ. അപ്പോൾ ഇതിന്റെയെല്ലാം അർത്ഥം എന്താണ്? ഈ അതിജീവനത്തിനു വേണ്ടിയുള്ള പാഠങ്ങൾ എങ്ങനെയാണ് ചരിത്രത്തിൽ ഇത്രയും വലിയ യുദ്ധങ്ങൾക്ക് കാരണമായത്? സമാധാനത്തിന്റെ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് മനുഷ്യർ എങ്ങനെയാണ് പരസ്പരം കൊന്നൊടുക്കിയത്? അവിടെയാണ് നമ്മൾ അധികാരത്തിന്റെ ഇടപെടൽ പരിശോധിക്കേണ്ടത്. പുസ്തകത്തിൽ തികച്ചും നിഷ്പക്ഷമായി നൽകിയിട്ടുള്ള ചരിത്ര സംഭവങ്ങൾ നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ വ്യക്തമായി ലഭിക്കും. ചരിത്രത്തിൽ അധികാരവും വിശ്വാസവും കണ്ടുമുട്ടുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. അതെ. ഒന്നാമതായി, കുരിശുയുദ്ധങ്ങൾ, ദ ക്രൂസേഡ്സ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് അതൊരു വലിയ മതയുദ്ധമായിരുന്നു എന്നാണ്. എന്നാൽ പുറമേ നോക്കുമ്പോൾ അതൊരു മതപരമായ യുദ്ധമായി തോന്നാമെങ്കിലും അതിനുള്ളിൽ സാമ്പത്തികവും രാഷ്ട്രീയവുമായ വലിയ താൽപ്പര്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പുതിയ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക, വ്യാപാര പാതകൾ നിയന്ത്രിക്കുക, അതൊക്കെയായിരുന്നില്ലേ യഥാർത്ഥ ലക്ഷ്യം? കൃത്യമായി പറഞ്ഞു. വലിയ സമ്പത്ത് കുന്നുകൂട്ടുക എന്നതെല്ലാം മതത്തിന്റെ പേരിൽ മറച്ചുവെക്കപ്പെട്ടു. സാധാരണക്കാരായ ജനങ്ങളെ യുദ്ധത്തിനയക്കാൻ ഭരണാധികാരികൾ മതത്തെ ഒരു ടൂളായി ഉപയോഗിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ചരിത്രത്തിൽ പഠിച്ച മതയുദ്ധങ്ങൾക്കൊന്നും യഥാർത്ഥത്തിൽ മതവുമായി വലിയ ബന്ധമില്ലായിരുന്നു എന്നാണോ? മതം അവിടെ ഒരു ആയുധം മാത്രമായിരുന്നു. മറ്റൊരു ഉദാഹരണം നോക്കാം, കർബല യുദ്ധം. തുടക്കത്തിൽ അതൊരു രാഷ്ട്രീയപരമായ അധികാര തർക്കം മാത്രമായിരുന്നു. ആരാണ് ഭരണനേതൃത്വത്തിലേക്ക് വരേണ്ടത് എന്നതിനെ ചൊല്ലിയുള്ള തർക്കം. എന്നാൽ കാലക്രമേണ അതൊരു മതപരമായ വലിയ വിഭജനമായി മാറി. നൂറ്റാണ്ടുകൾ നീളുന്ന സാംസ്കാരിക വിഭജനമായി അത് മാറി. അതുപോലെ തന്നെയാണ് യൂറോപ്പിലെ 30 വർഷത്തെ യുദ്ധവും, അല്ലേ? ദ 30 Years War. അതെ, കത്തോലിക്കർക്കും പ്രൊട്ടസ്റ്റന്റുകൾക്കുമിടയിലുണ്ടായ ആ യുദ്ധം. പുറമേ നോക്കുമ്പോൾ അത് 2 മതവിഭാഗങ്ങൾ തമ്മിലുള്ള യുദ്ധമായി തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ യൂറോപ്പിലെ രാജാക്കന്മാർക്ക് പോപ്പിന്റെ സ്വാധീനത്തിൽ നിന്ന് പുറത്തു കടക്കാനും തങ്ങളുടെ അധികാരം വർദ്ധിപ്പിക്കാനുമുള്ള ഒരു രാഷ്ട്രീയ യുദ്ധമായിരുന്നു അത്. അവിടെയും അധികാരക്കൊതി മതത്തിന്റെ മേലങ്കി അണിഞ്ഞു വരികയായിരുന്നു. ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യാ വിഭജനവും ഇതുപോലെ തന്നെയാണ്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവസാനകാലത്ത് മനുഷ്യരുടെ ഐഡന്റിറ്റിയും ഭയവും എങ്ങനെയാണ് അതിർത്തികൾ തിരിക്കാനും
വിഭജനത്തിനും കാരണമായതെന്ന് പുസ്തകം വിശദീകരിക്കുന്നുണ്ട്. അതെ, സാധാരണക്കാരായ മനുഷ്യർക്ക് പരസ്പരം പ്രശ്നങ്ങളില്ലായിരുന്നു. എന്നാൽ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ ഭയത്തെ ചൂഷണം ചെയ്തു. അപ്പോൾ ശ്രോതാക്കൾക്ക് ഇതിൽ നിന്നൊരു സന്ദേശം ലഭിക്കുന്നുണ്ട്. മതം പലപ്പോഴും സംഘർഷങ്ങളുടെ യഥാർത്ഥ കാരണമല്ല, മറിച്ച് അധികാരത്തിനും സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കും വേണ്ടി ഭരണാധികാരികൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമാണത്. മനുഷ്യർക്ക് അവരുടെ വിശ്വാസത്തോടുള്ള വികാരത്തെ ചൂഷണം ചെയ്യാൻ ഭരണകൂടങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു. വളരെ കൃത്യമായ നിരീക്ഷണമാണ്. ഇതൊക്കെ പഴയ ചരിത്രമാണെന്ന് വിചാരിച്ച് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. ഇന്നും ലോകത്ത് ഇത് പല രൂപത്തിൽ ആവർത്തിക്കുന്നുണ്ട്. അത് ശരിയാണ്. ഇന്നത്തെ കാലത്ത് ഈ വിഷയങ്ങൾ എത്രത്തോളം സങ്കീർണമാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു വാർത്ത സെക്കൻഡുകൾക്കുള്ളിൽ ലോകം മുഴുവൻ എത്തുമ്പോൾ മാധ്യമങ്ങളുടെ സ്വാധീനം വളരെ വലുതാണ്. എക്കോ ചേംബറുകളും കൺഫർമേഷൻ ബയസുകളും എങ്ങനെയാണ് ഭയവും വിഭജനവും വർദ്ധിപ്പിക്കുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട്. അതെ. നമുക്ക് ഇഷ്ടമുള്ളതും നമ്മൾ വിശ്വസിക്കുന്നതുമായ കാര്യങ്ങൾ മാത്രം വീണ്ടും വീണ്ടും കേൾക്കുന്നൊരവസ്ഥയാണ് എക്കോ ചേംബർ. അതുപോലെ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ ശരിവെക്കുന്ന വാർത്തകൾ മാത്രം നമ്മൾ വിശ്വസിക്കുന്നതാണ് കൺഫർമേഷൻ ബയാസ്. അതെ, സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ നമ്മളെക്കൊണ്ട് അത് വളരെ കൃത്യമായി ചെയ്യിക്കുന്നുണ്ട്. ഇവിടെ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം ഉയർത്തുന്നുണ്ട്. എന്തിനാണ് ഈ ഭയവും വിഭജനവും ലോകത്ത് നിലനിർത്തുന്നത്? അതെ, ഇതിൽ ആർക്കാണ് യഥാർത്ഥത്തിൽ ലാഭം? അവിടെയാണ് ആധുനിക ലോകത്തെ ഒരു സുപ്രധാന വിഷയം നമ്മൾ കാണേണ്ടത്: യുദ്ധത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം. ആധുനിക ലോകത്ത് യുദ്ധമെന്ന് പറയുന്നത് ഒരു ലാഭകരമായ ബിസിനസ്സാണ്. ഉദാഹരണത്തിന് ലോക്ഹീഡ് മാർട്ടിൻ, റേത്തിയോൺ തുടങ്ങിയ വൻകിട പ്രതിരോധ കമ്പനികൾ. അവർ നിലനിൽക്കുന്നത് തന്നെ ഈ ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നുവെച്ചാൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഭയവും സംഘർഷവും നിലനിൽക്കുന്നത് ഈ വലിയ സാമ്പത്തിക വ്യവസ്ഥയുടെ നിലനിൽപ്പിന് അത്യാവശ്യമായി വരുന്നു, അല്ലേ? അതെ അതെ. കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങൾ വിറ്റഴിക്കാൻ രാജ്യങ്ങൾ തമ്മിൽ എപ്പോഴും ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കണം. സമാധാനമുള്ള ഒരു ലോകത്ത് ഈ വ്യവസായങ്ങൾക്ക് വലിയ നഷ്ടമാണ് സംഭവിക്കുക. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി വിഭജനങ്ങളും ഭയവും ലോകത്ത് നിലനിർത്തപ്പെടുന്നു. ഒരു വശത്ത് നമ്മളെ വിഭജിക്കുന്ന മാധ്യമങ്ങളും മറുവശത്ത് ലാഭക്കൊതിയുള്ള ആയുധ കച്ചവടക്കാരും. അപ്പോൾ ഈ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്തു കടക്കാം? ഇതിനൊരു പരിഹാരം വേണ്ടേ? ഇതിൽ നിന്ന് പുറത്തുകടക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വേദഗ്രന്ഥങ്ങളെ വായിക്കുന്ന രീതി മാറ്റുക എന്നതാണ്. അവയെ അക്ഷരാർത്ഥത്തിൽ വായിക്കുന്നതിന് പകരം, അതായത് ലിറ്ററൽ റീഡിങ്ങിനു പകരം, അതെ, ലിറ്ററലായി വായിക്കുന്നതിന് പകരം അവയിലെ പ്രതീകാത്മകമായ അർത്ഥങ്ങളും ധാർമ്മിക പാഠങ്ങളും ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. അതായത് ഒരു ചോക്ലേറ്റ് കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ കവർ മാറ്റിയിട്ട് ഉള്ളിലെ ചോക്ലേറ്റല്ലേ കഴിക്കുന്നത്, കവർ തിന്നാറില്ലല്ലോ. അതുപോലെ ആ അക്ഷരങ്ങളല്ല, അതിലെ സ്നേഹവും കാരുണ്യവുമാണ് നമ്മൾ എടുക്കേണ്ടത്. അതെ, സിംബോളിക് റീഡിംഗ് ആണ് അവിടെ വേണ്ടത്. വളരെ മനോഹരമായൊരു ഉദാഹരണമാണത്. അക്ഷരങ്ങളല്ല, അർത്ഥമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അതുപോലെ തന്നെ ഇതിനൊരു പുതിയ കാഴ്ചപ്പാട് അനിവാര്യമാണ്. വിജയിക്കാൻ വേണ്ടി തർക്കിക്കുന്നതിന് പകരം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സംസാരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം. അതായത് ഡിബേറ്റുകൾക്ക് പകരം ഡയലോഗുകൾക്ക് പ്രാധാന്യം നൽകണം. സംഭാഷണത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അതെ, വാദപ്രതിവാദങ്ങൾ എപ്പോഴും ഒരാളുടെ ഈഗോയെ തൃപ്തിപ്പെടുത്താനേ ഉപകരിക്കൂ. എന്നാൽ സംഭാഷണങ്ങൾ ഇരുവർക്കും പുതിയ അറിവ് നൽകുന്നു. ലോകത്തെല്ലായിടത്തുമുള്ള ഈ പുണ്യഗ്രന്ഥങ്ങൾ മനുഷ്യരാശിയുടെ ഒരു വലിയ സംഭാഷണത്തിന്റെ അല്ലെങ്കിൽ ഷെയർഡ് ഹ്യൂമൻ സ്റ്റോറിയുടെ വ്യത്യസ്ത അധ്യായങ്ങൾ മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പരസ്പരം ശത്രുക്കളായി കാണുന്നതിനു പകരം സഹയാത്രികരായി കാണാൻ കഴിയണം. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അപ്പോൾ ഈ സെഷനിൽ നാം ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. ആയിരക്കണക്കിന് വർഷങ്ങൾക്കു മുൻപ് അതിജീവനത്തിനു വേണ്ടി ആദ്യകാല മനുഷ്യർ കണ്ടെത്തിയ ധാർമ്മിക മൂല്യങ്ങളാണ് പിന്നീട് കാലങ്ങൾ കടന്ന് വേദഗ്രന്ഥങ്ങളായി മാറിയത്. കാരുണ്യം, നീതി, വിനയം, ഉത്തരവാദിത്തം എന്നീ മൂല്യങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിന്റെയോ സംസ്കാരത്തിന്റെയോ മാത്രം സ്വന്തമല്ല. അതെ, അത് മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. എന്നാൽ ചരിത്രത്തിൽ അധികാരവും സാമ്പത്തിക താൽപ്പര്യങ്ങളും മതത്തെ വെറും ഒരു ഉപകരണമായി ഉപയോഗിച്ച് യുദ്ധങ്ങളുണ്ടാക്കി. ഇന്നും വലിയ പ്രതിരോധ കമ്പനികളും മാധ്യമങ്ങളും തങ്ങളുടെ ലാഭത്തിനു വേണ്ടി ഇതുതന്നെ തുടരുന്നു. ഇത് തിരിച്ചറിയുന്നിടത്താണ് മാറ്റങ്ങൾ തുടങ്ങുന്നത്.
അക്ഷരങ്ങളിലെ വ്യത്യാസങ്ങൾക്കപ്പുറം അതിലെ മാനവികതയുടെ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളണം. വളരെ ശരിയാണ്. ഒടുവിൽ ഈ സംസാരം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ചിന്തിപ്പിക്കുന്നൊരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. പുസ്തകത്തിലില്ലാത്ത, എന്നാൽ ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു കാര്യമാണിത്. മനുഷ്യന്റെ സാംസ്കാരിക പക്ഷപാതങ്ങളൊന്നുമില്ലാത്ത തികച്ചും നിഷ്പക്ഷമായ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI ലോകത്തെ ഈ വേദഗ്രന്ഥങ്ങളെല്ലാം വായിക്കുകയാണെന്ന് സങ്കല്പിക്കുക. അതൊരു കൗതുകകരമായ ചിന്തയാണ്. ഈ ഗ്രന്ഥങ്ങളെ പരസ്പരം പോരടിക്കുന്ന വ്യത്യസ്ത മതങ്ങളായിട്ടായിരിക്കുമോ AI കാണുക? അതോ മനുഷ്യരാശിക്ക് മുഴുവൻ ഒരുമിച്ച് ജീവിക്കാൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ട ഒരൊറ്റ ഓപ്പറേറ്റിംഗ് മാനുവലായിട്ടായിരിക്കുമോ അത് മനസ്സിലാക്കുക? ആ മാനുവൽ വായിക്കാൻ നാം മറന്നുപോയതാണോ? അതെന്തായാലും വലിയൊരു ചോദ്യം തന്നെയാണ്. പക്ഷപാതങ്ങളില്ലാത്തൊരു AI നമ്മൾ കാണാതെ പോയ ആ ഓപ്പറേറ്റിംഗ് മാനുവൽ കണ്ടെത്തുകയാണെങ്കിൽ ഒരു പക്ഷേ നാം അത് ഒന്നുകൂടി തുറന്നു വായിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ചിന്തിക്കാൻ വക നൽകുന്ന ഈ മനോഹരമായ ചോദ്യത്തോടെ അടുത്തൊരു ആഴത്തിലുള്ള പഠനത്തിൽ കാണാം എന്ന യാത്രാമൊഴിയോടെ നമുക്കിന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കാം. ഗുഡ് ബൈ.